എന്ത് ഞാൻ കുറച്ചു നാളായിട്ട് സ്റ്റാൻഡപ്പ് കോമഡി എന്നുള്ള പേരിൽ അച്ഛനെ അപ്പനൊക്കെ വിറ്റ് ഇങ്ങനെ ജീവിച്ചങ്ങ് പോവാണ്. അപ്പം അതൊക്കെ പോട്ടെ. ഇന്നെങ്ങനെ ഉണ്ടായിരുന്നു കളക്ഷൻ? ഇന്ന് കോളേജൊക്കെ അവധിയായിരുന്നു. നീ പെണ്ണുങ്ങളുടെ കളക്ഷൻ എടുത്ത കാര്യമല്ല ചോദിച്ചാൽ വണ്ടിയുടെ കളക്ഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു കാര്യം പറഞ്ഞു, എനിക്ക് സിനിമയാണ് എൻ്റെ ലോകത്ത് 7ാമത്തെ അത്ഭുതം വരെ നടന്നിട്ടുള്ളൂ. 8ാമത്തെ അത്ഭുതമായിട്ട് നിങ്ങൾ എൻ്റെ സിനിമയിൽ എങ്ങനെ കയറണം? നിങ്ങൾ എനിക്ക് ചെറിയൊരു ത്രെഡ് ഇട്ട് ഒരു കയർ, ഒരു നൈലോണ്ട കയറിട്ട് തന്നാലും ഞാൻ പിടിച്ചാൽ കയറിക്കോളാം. അങ്ങോട്ട് എനിക്ക് തരാമെന്ന്. വെട്ടിക്കാനാണോടാ? അല്ല, എനിക്കൊന്ന് മുട്ടിക്കാനാ. തരാം. എന്താ കാണിക്കൂടെ? എന്താ കാണിക്കുവാ? എനിക്ക് ഇനി നിന്നാലേ ബാലൻസ് കിട്ടത്തുള്ളൂ. ഒരു പാതിരാത്രി ഒരു മണിയറ വാതിൽ മുട്ടിയപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഇത് കേൾക്കുന്നത്. എന്ത്? നീ ആരാണ്, നിനക്ക് എന്തിനു വേണമെന്ന്? തെണ്ടിത്തരമല്ലേ അത്? വല്ലവരുടെ മണിയറ വാതിക്ക് ചെന്ന് രാത്രി മുട്ടുക എന്ന് പറഞ്ഞാൽ അത് തെണ്ടിത്തരമാണ്, ചോദിക്കാൻ പാടില്ല. നാണക്കേടാണ്. ഇന്നലെ സടംബര കിട്ടപ്പോ ബാക്കി ഇരുന്നൊരു ചേട്ടനാണെങ്കിൽ ഫ്ലോർ തട്ടി താഴെ അങ്ങ് പോയി, അറിയോ? അയ്യോ, എന്നിട്ട് എന്താ പറ്റി? ഞാൻ ഒറ്റ വാക്കിന്റെ പേരില്ല മുതലാളി രക്ഷപ്പെട്ടത്. നീ എന്താ പറഞ്ഞു? ഞാൻ പറഞ്ഞു, എന്റെ പൊന്നു ചേട്ടാ, ചെറിയൊരു ബ്രേക്ക് കിട്ടപ്പോഴത്തെ നിങ്ങൾ എന്തിനാ എമർജൻസി ഡോർ വഴി താഴെ ചാടിയത്? അച്ഛൻ പറഞ്ഞ കൂട്ടുകാരന്മാർ ശരിയല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആവണമെന്നൊക്കെയാണ് പറയുന്നത്. ചെറിയായിട്ട് കള്ളം പറഞ്ഞ കൂട്ടുകാരുണ്ട്, പബ്ലിക്കൻ ചവച്ച് മതിലൊട്ടിച്ചിട്ട് തൂങ്ങി ഇറങ്ങും, അങ്ങനെയൊക്കെ പറഞ്ഞ ചെറിയ ചെറിയ കള്ളം പറഞ്ഞ കൂട്ടുകാരുണ്ട്. കേരളത്തിലെ റോഡിൽ ആദ്യമായിട്ട് വണ്ടി കയറ്റിയത് എന്റെ അച്ഛൻ അറിയാം. എന്നിട്ട് കേരളത്തിലെ റോഡിൽ ആദ്യമായിട്ട് വണ്ടി കയറി ചത്തതാ നിങ്ങളുടെ അച്ഛനാണല്ലോ ആൾക്കാർ പറഞ്ഞു. കയ്യിലിരിക്കുന്ന ഈ ബോംബൊന്ന് പൊട്ടിയാലേ നമ്മൾ രണ്ടുപേരും മാത്രമല്ല ഈ പോലീസ് സ്റ്റേഷൻ അടക്കം പൊട്ടിത്തെറിയും. എടാ, ഈ വണ്ടി നഷ്ടത്തിലാണെങ്കിലും ഇത് കളയാതെ ഞാൻ കൊണ്ടു നടക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാമോ? എന്തുകൊണ്ടാ? എന്റെ അച്ഛന്റെ ഓർമ്മയ്ക്കായിട്ടാ. കയറി ഇടുവായിരുന്നു, കുത്തി ഇടുവായിരുന്നു. എന്തുവാ? അച്ഛന്റെ ഓമയ്ക്കായിട്ടെന്ന് ഓർമ്മയ്ക്കായിട്ടെന്നല്ല. എനിക്ക് വേറെ പ്രത്യേകിച്ച് കഴിവൊന്നുമില്ല. എന്നെ ഞാൻ മുളച്ചു പറഞ്ഞ തൈയാണ്. എന്നെ വീട്ടിൽ പറിച്ചു കളയാം. അണ്ണ വേണം വെള്ളമൊക്കെ ഒഴിച്ചെന്റെ മരം. നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് കുഞ്ഞു കളിക്കാനുള്ള പൈസയല്ല, ഞാൻ ഗൾഫിൽ കിടന്നുണ്ടാക്കിയ പൈസ, അറിയാവോ? എന്നിട്ട് ഞങ്ങൾ അമ്മാവൻ പോയി ഗൾഫിൽ കിടന്നിട്ട് പൈസ കിട്ടിയില്ലല്ലോ. ആ ചുമ്മാ കിടന്നാ പോരാ, പണിക്കൂടെ പോണം, കഷ്ടപ്പെടണം, എന്നാലേ പൈസ കിട്ടത്തുള്ളൂ. എവിടെ ചിന്തിക്കുന്ന അവിടെ ശൗചാലയം എന്നാണല്ലോ. 1 രൂപ 2 2 രൂപ എന്ന് പറഞ്ഞു. അപ്പൊ ഈ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ ഈ 1 രൂപ 2 2 രൂപ എന്ന് പറയുന്നത് ഇത് എങ്ങനെയാണ്, ലിറ്ററിനാണോ കിലോക്കാണോ എന്ന് ചോദിച്ചു. വേലാതിനത്തിറക്കി ഇന്നലെ ഫോറസ്റ്റ് നാൾ വന്നു. എന്തുവായിരുന്നു അത്? ഇന്നലെ ഉച്ചയ്ക്ക് അച്ഛൻ ചോറുണ്ടിട്ട് കസാര കാലും പൊക്കി പിടിച്ചോണ്ട് ഇങ്ങനെ കിടക്കുവായിരുന്നു. എന്റെ അച്ഛന്റെ കാലിലെ തള്ളവറിലെ 2 നഖം വളർന്നു നിൽക്കുന്ന കണ്ടിട്ട് അപ്പുറത്തെ വീട്ടിലെ ഗോപാലൻ കൊച്ചാൻ ഫോറസ്റ്റ് വിളിച്ച് പറയാ, ഞങ്ങളുടെ വീട്ടിൽ 2 വേളാമ്പല്ലേ വളർത്തുന്നു. സൂപ്പർ മാർക്കറ്റിൽ ചെന്നു, 147 രൂപയ്ക്ക് സാധനങ്ങൾ മേടിച്ചു, 150 രൂപ കൊടുത്തു. അപ്പൊ ആ ചേട്ടൻ പറയും ചില്ലറയില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം ബാക്കിക്ക് എന്തെങ്കിലും എടുത്തോന്ന് പറയാം. ഇതേ സമയം നമ്മൾ ഈ ഒരു ശൗചാലയത്തിൽ ചെന്നിട്ട് ഒരു 1 2 രൂപയുടെ കാര്യത്തിന് ഒരു 10 രൂപ എടുത്ത് കൊടുത്തു. ചേട്ടൻ എന്തായാലും പറയും ബാക്കിയില്ലാന്ന്. അപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല ബാക്കിക്ക് എന്തെങ്കിലും എടുത്തോളാം. ബാക്കിയുള്ള നമ്മുടെ ബസ് കുണ്ട്രയ്ക്ക് പോകുന്നുണ്ടോടാ? അതല്ലടാ, എനിക്ക് ശരിക്കും കൊണ്ടടാ. ഞാൻ എന്റെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും ഞാൻ റോൾ മോഡലായിട്ട് അല്ലെങ്കിൽ ഒരു പ്രചോദനമായി കാണുന്ന രണ്ട് ആൾക്കാരുള്ളത്. ഒന്ന് റോമ സാമ്രാജ്യം കത്തിരിഞ്ഞ സമയത്ത് വീണ വായിച്ച രാജാവ്, 2 ശൗചാലയത്തിന്റെ പുറത്ത് കാശ് കടികരിക്കുന്ന ചേട്ടൻ.